ഹായ് മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, പക്ഷേ എന്നാൽ പോലും എൻ്റെ രീതിയിൽ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ബസ്മതി റൈസ് ആണ്. അപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ഏത് തരം വൈറ്റ് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ കുത്തിരി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത്, റൈസ് ഒക്കെ കുക്ക് ചെയ്തെടുക്കൂലേ, അതുപോലെ തന്നെ ഫുള്ളായിട്ട് 100% കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 തക്കാളി, നല്ല പഴുത്ത വലിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ വലിയ തക്കാളി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 4 എടുത്താലും മതി, ചെറിയ 4 തക്കാളി എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ബാലൻസ് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ റൈസ് എല്ലാം കുക്ക് ചെയ്തു, ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ പോവാണ്. അപ്പോ ഇതിലേക്ക് ചൂടാറിയ റൈസ് ആണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ രാവിലെയാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിയിൽ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് ഈ റൈസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരുന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ എടുത്തു വെച്ചിരുന്ന സവാളയും തക്കാളിയും ഒക്കെ ഞാനൊന്ന് നുറുക്കിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കാം. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ നല്ലെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നെയ്യിലായാലും നമുക്ക് ഈ റൈസ് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചധികം എണ്ണ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോ ഇവിടെ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങി. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലെയിം നല്ല സിം ആക്കി വെക്കുക. എന്നിട്ട് ഈ ചേർത്ത പരിപ്പുകളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം മുന്തിരിയും പിന്നെ 4 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതാ ഉള്ളി ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ള് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, കൂടുതലാകണ്ട. കൂടുതലായി കഴിഞ്ഞ് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള് തന്നെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോ ഇവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. അപ്പൊ നല്ലൊരു കളറായിരിക്കും ഈ റൈസ്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം, എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സാധനത്തിന് ഭയങ്കര പുളിയായിരിക്കും. അത് കാരണം നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി.
ഓൾറെഡി നമ്മൾ അരി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇപ്പൊ ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഈ തക്കാളി നന്നായിട്ട് വേകണം. വേഗാന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് ഇതിൻ്റെ അകത്തു നിന്നുള്ള എണ്ണ തെളിഞ്ഞു വരണം. അത്രയിടം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഓർക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാകും. പിന്നെ നോൺ സ്റ്റിക്ക് ആണോ ഉപയോഗിക്കണേന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പൊ അത് കാരണം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നാ, നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിന്റെ ടേസ്റ്റ്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടി കുറവോ അങ്ങനെ എന്തെങ്കിലും ഗരം മസാലപ്പൊടി കുറവായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലാതെ റൈസ് ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കാം ഒരൽപ്പം. പിന്നെ നിങ്ങൾ എടുത്ത തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളു മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരൽപ്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈവൻ എൻ്റെ ഈ തക്കാളിക്ക് പുളിയൊന്നുമില്ല, എന്നാൽ പോലും ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒരു നുള്ളു മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ റൈസിലേക്ക് എല്ലാ ഫ്ലേവറും കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഫ്ലെയിം നല്ല സിമ്മിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. കേട്ടോ, ഈ റൈസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടും ഇല്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് ഒരല്പം മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കാം. അപ്പൊ ഫൈനലായിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാം പെർഫെക്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഈ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക, എങ്കിലേ ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഹസ്ബൻഡിന് ഇന്ന് രാവിലെ ടൊമാറ്റോ റൈസ് ആണ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അത് നെയ്യിലായിരുന്നു ഉണ്ടാക്കിയത്. അതിനേക്കാളും ടേസ്റ്റ് ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കില്ലേ. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.